മൈ മൈൻഡ് ഈസ് മൈ വെപ്പൻ. എൻ്റെ എന്താണ് മൈൻഡാണ്, എൻ്റെ ചിന്തകളാണ് എൻ്റെ ആയുധം. ഇപ്പം നമ്മൾ തളർന്നു പോയി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ രോഗിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ രോഗിയാവും. നമ്മൾ കഴിവില്ലാത്തവരാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിവില്ലാത്തവരായി മാറും. പരാജയപ്പെട്ട ആള് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം നമ്മെ നിലനിർത്തുന്നത് നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകൾക്ക് ബലമില്ല എങ്കിൽ നമുക്ക് എപ്പോഴും പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മളുടെ ചിന്തയാണ്, നമ്മുടെ മൈൻഡാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുകയും ഐ ക്യാൻ ആൻഡ് ഐ വിൽ, എനിക്ക് ചെയ്യാൻ സാധിക്കും ആൻഡ് ഐ വിൽ, ഞാൻ അത് ചെയ്യും എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ ആയിരിക്കുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഈ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. നമ്മൾ ഏതൊരു കാര്യവും നമുക്ക് ഐ ക്യാൻ ഐ വിൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത്. ആ ഒരു ചിന്തയിൽ കൂടെ മാത്രം പക്ഷെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ, എല്ലാം ചെയ്തെടുക്കാൻ സാധിക്കാം എന്നുള്ളതിലേ നമ്മൾ എപ്പോഴും അതിനൊരു പരിധി നിശ്ചയിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. പല അമാനുഷികമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളില്ലേ. അമാനുഷികമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ചെയ്യുന്നതിൽ അപ്പുറമുള്ള അതീതമായിട്ടുള്ളൊരു കാര്യത്തിനാണ് അമാനുഷികം എന്ന് പറയുന്നത്. പക്ഷെ അവർ മനുഷ്യരാണ്, അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മൈൻഡിന്റെ പവർ കൊണ്ട് തന്നെയാണ് ചെയ്യാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് വിശ്വാസത്തിന് ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നത്. ചില ആചാരങ്ങളൊക്കെ കാണുന്നില്ലേ. അപ്പം നമുക്ക് പല മതാചാരത്തിൽ തന്നെ കാണാം തീയിലൂടെ നടക്കുന്നതൊക്കെ. ഇത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വെച്ചാൽ വിശ്വാസവും എന്താണ് കമ്മിറ്റ്മെന്റും ആണ് അവിടെ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതൊക്കെ ജീവിതത്തിൽ ഏതൊരു കാര്യം നമുക്ക് പറ്റാത്തതും ചെയ്യുന്നത് ഈ ഒരു വിശ്വാസത്തിനുള്ളിൽ നിന്നാണ്.